അയ്യോ അത് വലിയ മീനാണല്ലോ. തീറ്റ വന്നാലും ഫുൾ കിട്ടീനെ. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് വ്ളോഗാണ്. അങ്ങനെ ഫിഷിംഗ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കോലാച്ചി അവനെ വിളിച്ചാൽ കിട്ടൂലേ? അപ്പം സ്വാഗതം. അപ്പം കാണുന്നുണ്ട് ചെറുമീനില്ലത്. ചെറുമീൻ അന്ന് വരെ ഡമ്മ പിടിച്ച് കിട്ടിയാണ്. കൈ പൊട്ടി കൊടുക്കിത്തരാം. ഇതെത്ര രൂപയായി? ബുദ്ധി വീശുവല 5000 രൂപയായി. ഇതിനകത്താ നിങ്ങൾ മീൻ പിടിച്ചേ? ഈലൊക്കെ എന്തായാലും കിട്ടും. നമ്മളെ യാത്ര തൊട്ടില്ല. എടുത്തു വെച്ചോ. ഇത് കൊടുക്കൂല. ഇത് തറവാടിയാണ്. തറവാടി ഇപ്പൊ തറവാടിയായി. തറവാടി ആക്കിയതാ. അത്യം ചെയ്യാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടും പൊന്തിക്കാം. ഇവനാണ് ലൂസാക്കണ്ട. ഇതിങ്ങനെ പിടിച്ച് അങ്ങോട്ട് താത്തിയാൽ താവും, ഇങ്ങോട്ടേക്ക് അങ്ങോട്ടും ആവും. ലൂസാക്കി തന്നെ ദിവസം പൊന്തിച്ചിട്ട് പൊന്തിണ്ടാവും. അതൊക്കെ അങ്ങനെ തോന്നുന്നില്ല. സിങ്കി അല്ല, സിൻസ് 1994 മാർച്ച് 16 ബർത്ത്ഡേ ആണ്. സിൻസ് ഇത് ആരോ നുള്ളി പൊളിച്ച് ഇങ്ങനെ ആക്കിയതാ. അങ്ങോട്ട് എടുക്കട്ടെ അത് കളൂ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയാണ് ഫിഷ് ഹണ്ടിങ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അളിയൻ ആൻഡ് കുഞ്ഞു. ഞങ്ങൾ 3 പേരുണ്ട് ഇത് മീൻ പിടിക്കാൻ പോകാൻ. ഇവർ നമ്മളെ വിളിച്ചതാണ്, എന്നെ വിളിച്ചാണ് മീൻ പിടിക്കാൻ. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മീനിനെ കിട്ടിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതാണ് നമ്മൾ ഈ ഒഫീഷ്യൽ ഇൻട്രോ. ഇതൊരു ഇൻട്രോ ആയിട്ട് കാണുന്നത് മീൻ ഇതുമായി അഭ്യർത്ഥിക്കുന്നു. ഫിഷിംഗ് ഓൺ ദ ഫ്ലോർ. തണ്ടാടി ഇതല്ലേ? തണ്ടാടി അല്ല, വീശുവല. ഇത് വീശുവല, ഒരാൾ തണ്ടാടി. തോർത്തുണ്ടമേല എടുക്കരുതല്ലേ പറഞ്ഞേ? തോർത്തുണ്ടമേല എടുക്കൂല. എവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോണേ? കിട്ടിയ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഹണ്ടിങ്ങിന് ഇറങ്ങുന്ന അളിയൻ ഹണ്ടിങ്ങിന് ഇറങ്ങുകയും യൂസാക്കട്ടെ. ഇതിൻ്റെയൊക്കെ ടെക്നോളജി മാറ്റാനായിട്ടോ. ഇതൊക്കെ ഏത് കാലമുള്ള മുതലാണെന്നാണ് പറ്റാൻ പറഞ്ഞോ. ഞാൻ പോളിടെക്നിക് പഠിച്ചതെന്ന് അറിയേണ്ടിരിക്കുമോ? എന്ത് ടെക്നോളജി പണ്ടിറങ്ങാൻ വേണ്ടി മീനൊന്ന് പിടിക്കണോ? ഞാൻ ഇല്ലാത്ത ദിവസമൊക്കെ നിങ്ങൾ മീനിനെ കിലോ കണക്കിന് പിടിക്കല്ലോ. നിങ്ങളെ തെളിയിക്കോ? പോട്ടെ സോണിയ പോയിക്കോട്ടെ. അതാടെ കുടുങ്ങിയെടുക്കുക നിങ്ങളെ അടുത്ത് തന്നെ. ഞാൻ കുടിക്കാൻ മാത്രമേ സാരമുള്ളൂലേ. നിങ്ങൾ കുടിക്കാൻ വിഷയ അല്ലെ ആ കൊമ്പൻ സ്രാവിൽ കൊച്ചൊന്നും വേണ്ടട്ടോ. നടുക്കിടവ് പോയി ഇങ്ങനെ സ്രാവിനെ പിടിച്ചുവെച്ചിങ്ങനെ അവസാനം മമ്മൂട്ടി പൈതിക്കുന്ന തോണിയെടുത്ത് വരുമ്പോൾ ഞങ്ങൾ വരേണ്ടി വരും. ഓയ് അടുക്കി എന്താ ഇതാ. പക്ഷെ ഇതിലൊക്കെ ഇവിടെയൊക്കെ നല്ല അടിപൊളി ഒരു ക്യാമറ കൊണ്ടുവന്നാണ്ടല്ലോ. കിഡിലം വ്യൂ ആയി ഇത്. ഇതിൻ്റെ അകത്തിന് മഞ്ഞക്കായലും അതിൻ്റെ ഭംഗിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നാട്ടാണ് ഇതിൻ്റെ ഒരു ഭംഗി കിടക്കുന്നതില്ലേ. ഇവിടുത്തെ താഴോട്ട് അതിൻ്റെ ഒരു ഭംഗിയില്ലേ. മീൻ പിടിച്ചങ്ങനെ പൊരിച്ചല്ലേ. ഞങ്ങൾ മീൻ പിടിച്ച് പൊരിച്ചൊരു പ്രാവശ്യം ഇവിടുന്ന്. എൻ്റെ ഭ്രാന്തിന് എനിക്ക് ഭ്രാന്തുള്ള സമയത്ത് അന്ന് എന്തൊക്കെയോ തോന്നിയാൽ കാട്ടി കൂട്ടിയത്. ഇതാണ് ആ സ്ഥലം, ഈ സ്പോട്ട്. അന്ന് നമ്മളപ്പോൾ അഖിലും ഉണ്ടായിരുന്നു. കുട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് സ്പോട്ട്, നല്ല ഭംഗിയുള്ള സ്പോട്ട്.
കരിമീനെ അടുത്ത വീശുവല വീശുമ്പം കാണിച്ചു തരാം. കണ്ടമാനം ലോങ് വീഡിയോ ആയി പോവുകയും ചെയ്യും. എന്നാണ് ആ സ്ഥലം, ഭംഗിയുള്ള സ്ഥലം. തിരിച്ച ചിന്നയും കൂടെ എടുക്കണ്ടേ. അയ്യോ ഇങ്ങനാട്ട് ഇത് സ്ഥലമുള്ളത് പുളിവേശ് സ്ഥലമാണ്. കുഞ്ഞു താഴത്തെ ഇവിടെ എത്തിയില്ലേ? കൂടുന്ന പ്ലാസ്റ്റിക് ആണ് ഈ കാണാൻ പോയി. ഫുൾ പ്ലാസ്റ്റിക്. അങ്ങനെ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് വന്ന് ചാടിക്കും. ഇവിടെ ഒക്കെ എല്ലാ സാധനങ്ങളും വല എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് വിലത് നല്ലത് വെക്കണോ? അടുണ്ടോണോ? കിട്ടിയോ? അങ്ങനെ കല്ല് ഏറുന്നതില് ഇതെന്താ കത്തിയോ? കത്തീൻ്റെ പിടി. ഞാൻ എന്തോ കത്തി വയ്ക്കും. കുമ്മായക്കത്തിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ലേ? ഇതിനൊക്കെ കുറച്ച് ഞാൻ കൊല്ലിട്ടോ. അത് എന്താ അറിയോ, ഇത് കല്ല് കുടിക്കാൻ പോയിട്ട് മടല് വീശുന്ന വലനെ കൊണ്ട് ഇത്ര ശ്രദ്ധിച്ച കൊണ്ടേ ഒരു വല വീശിട്ട് 4-5 കല്ലുമായിട്ടാ വന്നേ. നല്ല ആഴത്തിൽ കൂടിയാണ് ബലാലിനെ കൊണ്ടുപോണേ. ഇതല്ല ആയാണല്ലോ ഇവിടെ നാട്ടി. ഇവിടെ നല്ല ആയാണ് മനുഷ്യ. അയ്യോ പോയി പോയി പോയി. അതല്ല മൊബൈൽ അടുക്കും. ഇത് രണ്ടും കൂടി ഞാൻ ഇടയ്ക്കിൽ പോകും. ഒരുത്തനവിടെ മുന്നിൽ പോകുന്നുണ്ട്. ആടെ കുടുങ്ങി. അവർ മീൻ വന്ന് കയറിക്കണ്ട അതിനകത്ത്. ആ ഗ്യാപ്പിലുണ്ട്. ഒരു മീൻ അതിനിടെ വന്നത് കയറിക്കുന്നു. അത് വന്ന് കയറി പോയോ? ഞാൻ അവിടെ എത്തിക്കുന്ന ഏകദേശം. വല മുന്നിൽ അങ്ങനെ പോകണ്ട്. ഹീപ്പാപ്പോ ഇവിടെ നോക്കിയാ എത്ര ഡ്രസ് ചെയ്ത് അതാണ് ഇന്ന പൈപ്പോ. വീശുവല കല്ലിനുള്ളിൽ ഇവിടെ കുടുങ്ങി. കിട്ടിയോ? കിട്ടിയില്ല. അത്രയും മണ്ണിൽ കുടുങ്ങിയാലോ. മീൻ കിട്ടിയില്ല. അയരണം കിട്ടത് ഞാൻ തന്നെയാണ്. അതാ മീൻ കിട്ടുന്നതാണ്. കൂട്ടം പോണോ? കുഞ്ഞ് എൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ
ഓനെ ശല്യം ചെയ്യരുത്. ഇങ്ങനെ ക്രോസ് ഇടാം. നീ താഴെ അങ്ങോട്ട് ഇറങ്ങിക്ക്. ഇവിടെ അടി അടിയില്ല. ഇവിടെ അടി അടണ്ട. അതല്ല പറയാം. നീ പറഞ്ഞാൽ ഇറങ്ങി നിൽക്ക്. താഴെ അവിടെ വെള്ളത്തിൽ നിൽക്ക്. എന്താ കടുങ്ങാലിയോ? കങ്ങാലി. കടുങ്ങാലി വേറെ ഉണ്ടായില്ല. 2-3 അതിൻ്റെ അത് വേറെ. ഏടങ്ങൾ 3-4 എണ്ണിയല്ലോ. 3 ഉണ്ടായിരുന്നു. പോയോ? അവൻ മുങ്ങി ഗൈസ്. 3 ഉണ്ടായിരുന്നു. എന്താ മൂഞ്ചാലി അത് പോയി. താഴത്തുണ്ട്. ഇതിൽ കൊള്ളുന്നതിൽ കയറുന്നു. കൊള്ളാത്തതും കയറില്ല, ചെറുതും കയറും. ബക്കറ്റ് ഇടാളേ. ബക്കറ്റ് മുകളിലുള്ള ഒന്നുകൂടി ഉണ്ട്. എടാ കാണിക്ക്. അയ്യോ അത് വലിയ മീനാണല്ലോ. തീറ്റ വന്നാലും ഫുള്ള് ഇട്ടീനെ. ഇത് ചെറുത്. അതിനെന്നിട്ട് പുറത്തിടിക്കോ? പുറത്തെടുക്ക. ഒരു മിനിറ്റ്. ഒന്നേ ഉള്ളൂ. മീൻ പിന്നെ കര കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇന്ന് ഇത് കാണുമ്പോൾ പറയാം ഇത് ചെറുതല്ലേ പറയൂ. സംഭവം ശരി. അന്നിന് വേറൊരു പരിപാടിയിലായി പോയി, ചുറ്റുപാടിലായി കൊണ്ടാണ് വിളിക്കുമ്പോ വന്നതിന് കാര്യം ഉണ്ടായാലും. അടുത്തോട്ടെ. ഇത് പുറത്തെത്തിയില്ല ഇപ്പം. എന്ത് എത്തി? അവൻ്റെ കൈമുണ്ട്. വാവ്, ഇറ്റ്സ് സോ നൈസ്. ഇതിൻ്റെ പേരെന്താ? ചുണ്ടൻ. ചുണ്ടൻ വെള്ളം കൂരല് പറയും. ബക്കറ്റ് മുകളിലുള്ളത് അല്ലേ. ഒരു കാര്യം ചെയ്യാം, ഇവരെ കൊണ്ടുപോയി നമുക്ക് ബക്കറ്റിലിടാം. ഇതാ ബക്കറ്റ്. അത് പോയതിൽ നല്ലോണം കിട്ടിക്കുന്നത്. അല്ലയാ ഇളെ കിട്ടി ഇവിടെ നോക്കട്ടെ. ഇവിടെ ഇറങ്ങി. അലിയനെ കിട്ടിയതിന് നമ്മൾ സേഫായിട്ട് വെട്ട് വെച്ചിരുന്നു. കുഞ്ഞുവിൻ്റെ മീൻ പോണേ ശരിക്കും കിട്ടിക്കുന്നില്ലേ. കയ്യിൽ നിന്ന് ഒഴിഞ്ഞോണ്. അലിയ മീശോ എന്ന് വാങ്ങിയ വല. നീ എത്ര രൂപ പറഞ്ഞേ? 250. വലിയ വല എന്ന് പറഞ്ഞ് വാങ്ങിയതാ. അടിയിലായി. എന്നാ ദീപാവലിട്ടായോ? ഐ കിട്ടുമതി മീൻ. കണ്ണ് വെച്ചിരിക്കുന്നു ഞാൻ. ഇതിലൊന്നും കിട്ടിയില്ല. എന്താ കാര്യം പോക്ക. ഞാൻ വന്നാൽ അല്ലേലും മീൻ കിട്ടല്ല. കിട്ടിയൊക്കെ പാർക്ക മരിച്ചാൽ മതി. മീൻ കിട്ടുക. ഓൻ പിടിച്ച മീനൊക്കെ ഓൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിയത്. അതൊക്കെ ടോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു പോന്നതാ. ഇങ്ങാ മുറുക്കി പിടിച്ച മീൻ ഇപ്പം കയ്യിൽ നിന്ന് കൂടെ ചെയ്താ. അയിട്ട പരിപാടി ചെയ്യരുത്. എട്ടപ്പോയ നെട്ടക്കൾ വെക്കൂലേ? നെട്ടക്കൾ കല്യാണം കഴിക്കണം. മക്കളുടെ കല്യാണം കഴിക്കണോണ്ട. എൻ്റെ ഉദ്ഘാടനം നീറ്റിലിറങ്ങാണ്. ഇതുകൊണ്ട് ഞാൻ പോവാണ്ടി. ഇതുകൊണ്ട് ഞാൻ പോവാ. ഈ സൈഡ് കൂടെ പോവാ. ഈ സൈഡ് കൂടെ പോവാ. ഈ സൈഡ് കൂടെ പോയിട്ട് എങ്ങനെ കൂടെ പോരാ. നേരത്തെ പോലെ വലിച്ചു പോകാൻ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനും ഇറങ്ങുകയും ചെയ്യും. നമുക്കും നേരെ നടക്കണം. നിക്ക് അടി 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 അടി. പൊട്ടിക്കല്ലേ ഫസ്റ്റ് തന്നെ.
ഏറ്റവും വലിയ എണ്ണം കിട്ട ഞാൻ ഇവന്റെ കൈ അതിൽ പോയി കഴിഞ്ഞാൽ മീൻ നേരത്തിലേക്ക് ഓടും. പൊങ്കാലിടൂലേ ഇല്ല പോരി കമ്പും ചുള്ളി മീനും കിട്ടിക്കുന്നത്. നീ ഒരു എറണം കെട്ട ചെറുക്കൻ തന്നെ ഇടയത്. മറ്റേ വല എടുക്കണം. അത് പിന്നെ നോക്കാനല്ല, ഒറ്റ കുത്തൽ കുത്തിക്ക് പോരേ ഉള്ളൂ. അത് നമുക്ക് എവിടെ അറിയാം ഞാൻ എളുമ്പാറ്റ ഏതാ പേര്? വെളുമ്പാറ്റ. മീനെ പഠിക്കാണ്ടല്ലേ കൊറേ പേര് റേഷൻ കാർഡിലല്ല പോണ. അമ്മക്കുൽസു കുഞ്ഞാ ഒന്ന് കൂടെ. നമ്മളെ വലക്ക് കഴിഞ്ഞപ്പോ നമ്മളെ ഒഴിവാക്കാഞ്ഞോ? വന്നപ്പോ തൊട്ട് ഇറക്കിലെറ്റിയില്ല. എൻ്റെ കയ്യിൽ വല കേറുമ്പോ എടുത്ത് വീശാനുള്ളതാണ്. നീ ഇലേൻ്റെ വെക്കിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പെറുക്കിയിടുന്നു. ഇതാ ഇതാകുന്നറിയ മേലോട്ട് സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെ ആക്കി നമ്മൾ മേത്തിലേക്ക് പരിപാടി ഇങ്ങനെ നോക്കി പോരി. മേത്തല കുഴിയിലുള്ള ചപ്പുണ്ടല്ലോ, ആ ചപ്പിനും കൂടെ റൗണ്ട് അടിക്കുക. ഞാൻ തീറ്റാലൊന്ന് സുഗൂത് ഡ്രൈവർ എറി വാ പൊളി. നീ വന്ന് കാലിലൊന്ന് അടിച്ച് പോലേക്ക്, നീ വന്ന് കാലിനൊക്കെ അടിച്ച് കുത്തി അടിച്ച് പോലേക്ക് വരാം. കാലിനടിച്ച് പോയാൽ കൊച്ചു തലയിലൊന്നും തളങ്ങുന്നില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ തിളങ്ങൂ. ഉണ്ടോ? നെയ് ഉണ്ടെങ്കിൽ ഇപ്പോഴേക്ക് വേറെ അറിയാം. മടുക്കിൽ വന്ന് വേറെ അടിക്കും. ഒരു വള്ളത്തിൽ ഒക്കെ ഉണ്ട്. വള്ളത്തെങ്കിൽ വള്ളത്തിൽ, കൈ എങ്കിൽ കൈ കൈക്കൂഴക്കാ വരിയാട്ടം. നല്ല സ്പോട്ടാ അത്. മീനോട് കിട്ടണം. അതിലുണ്ടല്ലോ സാധനം. ഉണ്ട് 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 ഇരുമീനുണ്ട്. മീനുണ്ടോ? അല്ല പറഞ്ഞ മീൻ ഉണ്ട് പറഞ്ഞേ. ദീവാനോ तुझे पहचानो मेरी होया मैं हूटो എടാ മീനെടാ. ദാ മീൻ്റെ മക്കളെ നല്ല വലുതന്നെ ഉണ്ട്. ദാ വലുതുണ്ട് ഇവിടെ. ആ വലിയ മീനുണ്ട്. എടുക്കട്ടെ. ഇങ്ങനെ പോണ S20 അൾട്ര ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ടേ എന്താണല്ലേ ദിവസം വെള്ളം നടക്കണം. ഞാൻ ദിവസം രാത്രി 2 മണിക്ക് എൻ്റെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. 2 മണിക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ആ സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല ഏത് ഹോസ്പിറ്റലാണ് എന്താ ചെയ്യാം. ആ പെണ്ണുങ്ങൾ മൊബൈലിൽ കുറേ നേരം നോക്കും. നമ്മളെന്താ പറഞ്ഞാൽ അതിനെന്തോ ചെയ്തു. പിന്നെ പറഞ്ഞാൽ മരുന്ന് രാവിലെ വാങ്ങി കൊടുത്താൽ മതിട്ടോ എന്ന്. അവിടുന്ന് അന്നപ്പോൾ ആ ഡോക്ടർ എന്തെങ്കിലും ഒരു പാരസെറ്റമോളിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജലദോഷത്തിനുള്ള ഒരു ഗുളിക കൊടുത്താൽ നമ്മളെന്താ വിചാരിക്കുക, ഒരു ഫസ്റ്റ് എയ്ഡ്
ഇപ്പോൾ കൊടുത്തിക്കുന്നല്ലോ, ഒരു മരുന്ന് കൊടുത്തിക്കുന്നല്ലോ കിട്ടിക്കുന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഇത് ഒന്നുമില്ല. അതൊന്നുമില്ല. ഏടാ അറിയാൻ ഉദ്ദേശിക്കുന്നത്? കടലിൽ തെരേൻ്റെ ഉള്ളിൽ എറിയുന്ന കൂട്ടം. എറിഞ്ഞോ ഇല്ല അങ്ങോട്ട് കയറിയോ? ഇറങ്ങിയെടുത്തോ? നല്ല കരിമീനുള്ള സ്ഥലം ഇത്. നല്ല കരിമീൻ ഉണ്ടാവും. ഈ പാത്ത ഓടിഞ്ഞേ കൈ മുറിഞ്ഞ് തൊട്ടാവാടീനെ മരുന്ന് എരിയുന്നുണ്ടല്ലോ നല്ലടോ. മരുന്നടോ എല്ലിക്കണ കണ്ട് മുറിഞ്ഞ കൈ. തൊട്ടാവാടി കൊണ്ട് തൊട്ടാവാടി കൊണ്ട് മരുന്ന്. തൊട്ടാവാടീൻ്റെ മരുന്ന്. തൊട്ടാവാടീൻ്റെ തുമ്പത്ത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതുണ്ടാവും. നല്ല നീറ്റുണ്ട്. എൻ്റെ അമ്മോ, സ്പ്രേ അടിച്ചവരല്ലേ? വിരല മുറിഞ്ഞ് അളിയൻ്റെ മരുന്നോ ഇതൊക്കെയുള്ളതാണ്. അയ്യോ അതിനുള്ള മരുന്നാടത്. അതിലേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ ഇരിഞ്ഞിട്ട് സ്വപ്നങ്ങളുടെ പകരം. നെക്സ്റ്റ് സ്പോട്ട്. കാരി വന്ന് മോത്തും പുറത്തും കൈമിലൂടെ കടിച്ചിരിക്കുന്നു. എന്തിനാ കുളിക്കാനാ? ഞാൻ കളി കഴിഞ്ഞൊന്ന് കുളിച്ചിട്ട് മൊത്തം വെളിച്ചെണ്ണ പൊതിഞ്ഞാൽ എനിക്ക് ഉറപ്പാ കടി ഉണ്ടായത്. മറ്റേ സാധനം മുറിയൂട്ടി പറഞ്ഞ സാധനമുണ്ട്. ഏതാ ഇത് തന്നെ തേച്ചിരുന്നാ? അത് നിന്നിട്ടോ ഏകദേശം വേഗം സെറ്റായി പോകും. അളിയൻ്റെ ഒരു മരുന്ന് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനോ. ഉണങ്ങിപ്പോയി സാധനം. വൃത്തിയായിട്ട് അതിലുണ്ടാവും സാധനം. ഈ സാധനം ഉണ്ടാവും. വലിച്ചു കയറ്റി പറയാൻ പറ്റില്ല. അന്ന് ഒരൊറ്റ ചുണ്ടനെ കണ്ടിയുള്ളൂ. വല നോക്കിയപ്പോ എത്ര എന്നാലും വല ഉണ്ടായിട്ട്. അതുണ്ടെങ്കിൽ ചുണ്ടന് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണെങ്കിൽ വേഗം അറിയാം. വേഗം വല കൂടുന്നവർക്ക് അവിടെ വന്നിങ്ങോട്ട് അടിയാൻ തുടങ്ങിയത്. ആണല്ലേ? പ്രതീക്ഷ തെറ്റിക്കണ്ട കേട്ടോ. ഒന്നുമില്ല. നീ ഒരു എരണം കെട്ട ചെറുക്കം തന്നെ ഇത്. ഞാനല്ല, നിങ്ങൾ. അവനല്ല കടുങ്ങാലി ഉണ്ടാവും. വലിയ കടുങ്ങാലി അടുത്ത ഭാഗത്തല്ലേ? ഞാൻ ഈ ഒഴുക്ക് കൂടെ നിങ്ങൾ വലത്ത ഭാഗത്തും ഞാൻ അടുത്ത ഭാഗത്ത്. വലയായിട്ടല്ലേ പോണ്ടി? നടന്നു പോവാ വെറുതെയോ? അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്തറിയോ, വലിയ കടുങ്ങാലിയൊക്കെ ഉണ്ടെങ്കിൽ മേലോട്ട് കയറും. വീസ അതൊക്കെ യെസ്, സൈക്കോളജിക്കൽ മൂവ് ആയില്ലേ? പിടിക്കാൻ പറ്റില്ല. ഈ ചുണ്ടക്ക് വേറെ കാര്യം അറിയോ? മോളെ കയറി ഇറങ്ങിനടാ പറ്റിയത്. അതറിയോ, മേത്തൽ എറിയുമ്പോൾ എല്ലാം വന്ന് ഈ ഒഴുക്ക് കൂടെ ഒഴിച്ച് അങ്ങോട്ട് സൈഡാകുക. മതി. മോദരേനൊക്കെ വരുന്നുണ്ട് സാധനം. ദൂരം സിമ്പിളാണല്ലോ. അവൻ്റെ തൊള്ളലുള്ളത് പകുതി സാധനമാണ്. കടിച്ചടിച്ചാ കയ്യാണ്ട് ഒത്തണ്ട ഒറ്റ ഇറക്കലുണ്ടാവും. കൈക്ക് നല്ല കടി അടിക്കുന്ന സാധനം. ഇതോ
നല്ല പല്ലുണ്ടല്ലേ? ഇതിൻ്റെ വലിയ നോക്കും എന്താ പല്ലാ നോക്ക്. പല്ലാണെങ്കിൽ മീൻ പോലെ കിട്ടോ? അടുത്ത് നല്ല പല്ലുണ്ടല്ലേ ഇനി. നല്ലോണം കാണിക്കുമോ? സമയത്തിടയ്ക്ക് പുഴ മൊത്തം കലങ്ങി പെരും മഴ പെയ്ത് ഇങ്ങനെ കിട്ടിയ മീൻ ഇതാ ഇത്രത്തോളം. മീനടേ ഇനിയും പെറുക്കാണ്ട് എന്നാലും പുഴ മൊത്തം കലങ്ങിക്കുന്നു. അപ്പൊ നമ്മളിനി നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കില്ല വൈൻഡപ്പ്. നിങ്ങളെ കാണുമോ കാണൂലോ എന്ന് എനിക്ക് അറിയൂല. മാറിന്നോളി തലി ഇതൊന്നും കൂടെ ഇനി ഒരു വീഡിയോ ഇതിൻ്റെ ഉണ്ടായല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ പിടുത്തക്കാരെ. അല്ലയാ ചടിമല വീഡിയോ എടുക്കട്ടെ. അപ്പൊ ഉണ്ടെന്ന് നോക്കി ഓക്കെ അലിയൻ. അപ്പോൾ ഓക്കെ എന്നാല് ചിലപ്പോൾ ഇതാക്കും ബൈ. ആനത്തവരൻ്റെ ഇല പറിക്കുകയാണ്. പ്രോട്ടീൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് പറിക്കുകയാണ്. അതുകൊണ്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലയാ മൂത്താണല്ലോ. അതെല്ലാം കുറച്ചുകൂടെ തന്നെ അവിടെയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം പോലെ ആ മഴ ഏതാ കലക്കിൽ വീശാൻ പോയെടുത്താണ്. ഇപ്പം ചപ്പും ചണ്ടിയായിട്ടുള്ള മുഴുവൻ ചണ്ടിയായിട്ട് വരും. നിങ്ങൾ ഏറെപ്പോഴും നിർത്തി ആടെ വെക്കുന്ന മീൻ ചാടി പോകുന്നുണ്ട്. അതിലുണ്ട് ഓൻ്റെ ഓലാന്നല്ല മീൻ കുറയണുണ്ട്. ഒന്നതിൽ തൊയിഞ്ഞു പോയും ചെയ്തു ഓൻ്റെ. അതിലൊരു മീൻ വീണോ ഇല്ലപ്പോ? ഒരു മീൻ വീണോ ചെയ്തു അതിനകത്തുനിന്ന്. നമ്മൾ ഫിഷിങ്ങിന് വന്നപ്പോൾ നമ്മൾ കിട്ടിയ സാധനം അത് ആടിൻ്റെ തലയാണെന്ന് തോന്നുന്നു. സോറി, ആടിൻ്റെ തലയോട്ടി. ഇതിൻ്റെ ബാക്കി പാർട്ടൊന്നുമില്ല. വല്ല കൊണ്ടടിയിട്ട് എന്ത് ആഴം കൂടുന്നുണ്ടെങ്കിൽ വേഗം കൂടെ കയറിപ്പോയി. അടയ്ക്ക് വെള്ളം കൂടുന്നുണ്ട്. കിണച്ചു വെച്ച വലതിനകത്തുള്ള മീൻ ഇതൊരുപാടുണ്ടല്ലോ. ഇന്നത്തെ വേട്ട ഒരെണ്ണം ഞാൻ പെറുക്കിക്കുന്നു. പെറുക്കി എടുക്കൂ കുട്ടി. ഇന്ന് കുറേ എണ്ണം കിട്ടിക്കില്ലേ? ഇതിൽ കുറേ. പിന്നെ എങ്ങനെ എൻ്റെ വലയെ കുടുങ്ങാൻ മീൻ ഉണ്ടാകുക? മീൻ എടുത്തോണ്ടിരിക്കുന്നല്ലേ. മീൻ്റെ പേര് എന്തായാലും ഇതെന്തായാലും ഇതിൻ്റെ പേര് മൈപ്പറല്ലോ. കുറുവ പരല്.
ഇരുമീനോ? ഫൈറ്റർ ഫിഷിന് കാര്യമുണ്ടല്ല മീൻ എനിക്ക്. പോയി അല്ല ഒരു തുമ്പിനെ പിടിച്ച് വന്നീനു പോ. ഒരു തുമ്പി ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. ഈ വലൻ്റെ ഉള്ളിൽ ഒരു തുമ്പി ഉണ്ട്. എടാ വല വീശിപ്പോ തുമ്പിനെ പിടിച്ച് വന്നേക്കുന്നത് വേണ്ടോ? ഞാൻ എടുത്തോളി, ഞാൻ എല്ലാം എടുത്തോളി. മരപ്പായ കേട്ടാ പോണേ ഇനി. പറക്കുന്ന തുമ്പിയല്ലേ എടാ ഇതിവിടെ കീറിയതാ അത്? ഇല്ലല്ലോ. അതൊന്നും പറയില്ലേ, ചങ്ക് പഠിച്ചു പോകും. ഡ്രാഗൺ ഫ്ലൈ മരിച്ചിരിക്കുന്നു. അവസാനത്തെ ഒരു ഫ്ലൈ എന്ന രീതിയിൽ പറന്നോട്ടെ ഏട്ടെങ്കിലും. പക്ഷെ ഇത് ചത്തിയില്ല എപ്പോഴും. തലയില്ലാതെ തുമ്പീൻ്റെ തല പോയി. ചേട്ടാ ഞണ്ട് ഒരു വല വീശല് കിട്ടിയ ഞണ്ട് കിറക്കുവോ? മൊത്തം കലങ്ങി മറിഞ്ഞിരിക്കണേ. എന്താണ് ഇല്ലേ ചേട്ടോ? അതിന് തൊള്ളയല്ലേ മീന്? മീൻ കൊത്തി വലിയ മീനെ പൊക്കിയായി പോയിക്കുന്നേ. ആടത്ത് തിരിഞ്ഞ് കളിക്കണ്ടായി പിടിച്ചു കഴിഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോക്ക് വാങ്ങിത്തരാം. ഒരു കേക്കല്ലേ, ഒരു കൊട്ട കേക്കല്ലേ ഞാൻ വാങ്ങി തരൂ. അല്ല അങ്ങനാണെങ്കിൽ ലഡു മതി. 3 കെ ആട്ടെ. ഇത് 2.9 ആയിട്ടേ ഉള്ളൂ. 3 കേലായിട്ട് നമ്മൾ ഏട്ടാക്കാം. മീനുകൾ അത്രത്തോളം